നമസ്കാരം, സെബാസ്റ്റ്യനാണ്. 2024 കീം നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഇത് പ്രകാരം ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഏപ്രിൽ മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ടാണ്. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എൻട്രൻസ് കമ്മീഷനായിട്ട് ഈ ആപ്ലിക്കേഷനെ 5 ഘട്ടങ്ങളിലായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആദ്യ ഘട്ടത്തിൽ രജിസ്ട്രേഷനായിട്ട് നമ്മൾ ഇമെയിൽ ID, OTP വരാനുള്ള ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്താണ് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ ID ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ID പ്രകാരമുള്ള ആപ്ലിക്കേഷനിൽ ബാക്കി ഡാറ്റാസ് എല്ലാം ഫില്ല് ചെയ്യുക. അതാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞ സ്റ്റേജ്. അവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ്, അക്കാഡമിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫാമിലി, ഇൻകം, കമ്മ്യൂണിറ്റി, അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ അതെല്ലാം അവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ സ്റ്റേജ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത ഡാറ്റ പ്രകാരം നമ്മൾ ആപ്ലിക്കേഷൻ ഏത് കാറ്റഗറിയിൽ വരുന്നതാണോ, ഏത് കാറ്റഗറിയിലേക്ക് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണോ നമ്മൾ തയ്യാറാക്കിയത്, ആ തയ്യാറാക്കിയ ആപ്ലിക്കേഷന് ആനുപാതികമായിട്ടുള്ള ഒരു ഫീ പേ ചെയ്യേണ്ടി വരും. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫീ ആണ്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവരുടെ ഫീ മറ്റൊരു രീതിയിലും. അപ്പോൾ ഏതാണോ നമ്മളെ ആപ്ലിക്കേഷൻ്റെ കാറ്റഗറി അതിന് ആനുപാതികമായിട്ടുള്ള ഫീ അടയ്ക്കുക. ഫീ അടച്ചതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ 2 കാറ്റഗറി ആയിട്ടാണ് ഡോക്യുമെൻറ്റ്സ് പറയുക. ഒന്ന് മിനിമം വേണ്ടുന്നത്, ഇപ്പോൾ നാഷണാലിറ്റി, അതുപോലെ തന്നെ കേരളൈറ്റ് ആണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ, ബേസിക് ക്വാളിഫിക്കേഷൻ തെളിയിക്കാനുള്ളത്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുള്ളത്. ഇതൊക്കെ മിനിമം ഡോക്യുമെൻറ്റ്സിൽ വരുന്നതും. വരുമാനം, അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക റിസർവേഷന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ്, അതൊക്കെ, അല്ലെങ്കിൽ ഡിസേബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സാണ്. അവ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ ഡോക്യുമെൻറ്റ്സിൻ്റെയും, അത് PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഫയൽ സൈസും കാര്യങ്ങളും കൃത്യമായി പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമേജസ് ആയിട്ട് നമ്മളുടെ സിഗ്നേച്ചർ ഇമേജാക്കി സൂക്ഷിക്കേണ്ടതുണ്ട്. ഫോട്ടോഗ്രാഫ്സ് വേണം. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഫയലിൻ്റെയും ഫോർമാറ്റും അതിൻ്റെ ഫയൽ സൈസും അതിൻ്റെ സ്പെസിഫിക്കേഷനും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം കൃത്യമായി വായിച്ച് നോക്കി അതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കിയതിന് ശേഷം ആണ് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനിരിക്കുന്നതെങ്കിൽ ഒരു 10 to 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ആപ്ലിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ച് അത് അപ്ലോഡ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആപ്ലിക്കേഷനോടൊപ്പം ചേർക്കേണ്ടത് മിനിമം വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ്, ഈ ഏജ്, അങ്ങനെ ഉള്ള മിനിമം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള 17-ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യണം. എന്നാൽ ഈ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്, നമ്മളുടെ പ്രത്യേക റിസർവേഷൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള റിസർവേഷൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്, ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് 17-ാം തീയതി സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് 24-ാം തീയതി വരെ അതിന് ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിനുള്ളിൽ, ആ സമയപരിധിക്കുള്ളിൽ അത് അപ്ലോഡ് ചെയ്താൽ മതി. എങ്കിൽ കൂടി അത് പരമാവധി നേരത്തെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇത് പ്രത്യേകമായി പറയാൻ കാരണം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് പല കുട്ടികൾക്കും അവരെ അർഹമായിട്ടുള്ള റിസർവേഷൻ കാറ്റഗറിയിലോ അല്ലെങ്കിൽ അത്തരം ബെനിഫിറ്റുകൾ കിട്ടുന്നതിനുമുള്ള സാഹചര്യം നഷ്ടപ്പെട്ടത് ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും അത്തരം ബെനിഫിറ്റുകളുള്ള കുട്ടികൾ കൃത്യമായിട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ 24-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന ഈ 5 ഘട്ടങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ആപ്ലിക്കേഷൻ നടപടികൾ പൂർത്തിയായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയാവട്ടെ. നമസ്കാരം.